നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ വന്നതെന്നല്ല, 2 ദിവസം മുന്നേ കുവൈറ്റിൽ വെച്ചിട്ടുണ്ടായ അപകടത്തിൽ കുറേ പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും, മരണപ്പെട്ട എല്ലാ നമ്മുടെ സഹോദരന്മാർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരുകൂടി പ്രണാമം അർപ്പിക്കുമെന്ന്. അപ്പോൾ കേട്ട അന്ന് തന്നെ നമുക്കെല്ലാം നെഞ്ഞു പെടുകയായിരുന്നല്ലേ. നമ്മളെ വീട്ടിലുള്ള ആർക്കും അപകടം പറ്റിയൊരവസ്ഥയായിരുന്നു. പറയുമ്പോൾ അത് ഇമോഷണലായിട്ട് ഇല്ലാണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്ഷമിക്കണം. കാരണം ഞാനും ഒരു പ്രവാസീൻ്റെ ഭാര്യയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരെയും പ്രധാന ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഒരു വീടാണല്ലേ. അപ്പോൾ ഇപ്പം തന്നെ ഷൈജോട്ടം തിരിച്ചു പോയിട്ട് 2 കൊല്ലമായി. 3 കൊല്ലമാവാണ്ട് വരത്തില്ല. 3 കൊല്ലം ആകുന്നതെന്ന് വെച്ചാൽ വീടെടുക്കുന്ന സമയത്താണ് പോയത്. അപ്പോൾ തന്നെ കടങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പം കുറച്ച് കടം കൂടെ ബാക്കിയുണ്ട്. ഇനി വന്നിട്ട് പോകണ്ട എന്നുള്ളൊരു തരത്തിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതിലിടയ്ക്ക് അങ്ങനെ കടം വീടണം. അപ്പോൾ ഞാനും ജോലിക്ക് പോകുന്നുണ്ട്, മക്കളെ കാര്യമെല്ലാം നോക്കുന്നുണ്ട്. അതിലിടയ്ക്ക് എൻ്റെ സമയം അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഈടായിട്ട് വല്ലാത്ത എന്തോ ഒരു വിഷമം എന്ന് വെച്ചാൽ, നമ്മളിപ്പം കേൾക്കുന്നതെല്ലാം ദുരന്ത വാർത്തകളല്ലേ. നല്ല വാർത്തയൊന്നും ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേൾക്കാനില്ല. അധികവും മരണ വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, വല്ലാണ്ടൊരു പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതിനിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, വരാൻ പറ്റൂല എന്ന് അറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വാന്ന് പറയും. അതും അവർക്കൊരു വിഷമമായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അവരും അവിടെ പിടിച്ച് നിൽക്കുന്നതല്ലേ. ഒന്നാമത് ഏട്ടനെന്ന് വെച്ചാൽ എപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഡേയിലങ്ങനെ കുറവാണ്, ഡേ കിട്ടലില്ല. അപ്പോൾ പ്രവാസികളെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ വീട്ടിലും ഓരോ പ്രവാസിയും ഇല്ലാത്തൊരു വീട് ഇപ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അറിയുന്ന ഫ്രണ്ട്സും വീട്ടുകാരെല്ലാം പറയും, നാട്ടിൽ വരാൻ പറ, എന്നാൽ നാട്ടിൽ നിന്നാൽ കടം വിടാനെല്ലാം പറ്റും, കുറച്ച് കഷ്ടപ്പെട്ടാലെന്നാൽ വരാൻ പറ, ഒരുമിച്ച് ജീവിച്ചൂടെ എന്നെല്ലാം പറയും. സത്യമാണ് അവർ പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 13 കൊല്ലമായി. നമ്മളാകെ ജീവിച്ചത് ചിലപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലം ആയിരിക്കും. അത്രേ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പ്രവാസ ജീവിതത്തിലോട്ടേക്ക് പോയി. പിന്നെ നമ്മളെ നാട്ടിലും അതിൻ്റെ എല്ലാം വിഷമം കാണുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കാണുമ്പോൾ പറയുന്നതാണ് അവരെ വിഷമം അങ്ങനെ പറയുന്നതാണ്. എന്നിരുന്നാലും കടങ്ങളിലൊക്കെ മാറി സ്വന്തമായിട്ടൊരു വീട്ടിൽ ഉള്ളതൊക്കെ തിന്ന് കഴിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പം ഇന്നലെ നമ്മളെ വിട്ടുപോയ സഹോദരങ്ങളും പലരും അങ്ങനെയുള്ളവരാണ്. ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് വീട് വെച്ചവർ, വീട് വെക്കാൻ പോകുന്നവർ, കല്യാണം കഴിക്കാൻ പോകുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരാണ്. അപ്പോൾ ഇനിയൊരു ദുരന്തം ദൈവം തരാതിരിക്കട്ടെ. ഇതുപോലത്തെ ഒരു ദുരന്തം ഇനി നമുക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കാവുന്ന